മേസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ ഈ ഷവർമ കഴിക്കാത്തവരായിട്ട് ആരുമില്ല, പുട്ട് കഴിക്കാത്തവരായിട്ടും ആരുമില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഷവർമ പുട്ട്. അപ്പോൾ ഞാനും ഇന്നുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താവുമെന്ന് കണ്ടറിയാം. നമുക്കപ്പോൾ ഇതിൻ്റെ വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. ചിക്കൻ എല്ലില്ലാതെ മാംസം മാത്രം കട്ട് ചെയ്തത്, അരി പൊടിച്ചതാണ്, ഇത് നല്ല തരിതരിയായിട്ട് പൊടിച്ചതാണ് പുട്ടിന് വേണ്ടി. കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ഉപ്പ്, പച്ചമുളക്, ഗരം മസാല, പുതിനയില, തൈര്, എണ്ണ. ഇപ്പോൾ ചിക്കനൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് വരഞ്ഞെടുക്കാം. ഇപ്പോൾ മസാല നേരെ പിടിക്കും. അപ്പം നമുക്ക് ഈ മിക്സിയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില ഇതെല്ലാം കൂടെ നമുക്ക് നേരെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരച്ച ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. മഞ്ഞളോട് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ എന്തൊക്കെ ഐറ്റം വേണമെന്നുള്ളത് കാണിച്ചിട്ടില്ല. 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പം ഇതൊരു 1 മണിക്കൂറോളം നമുക്ക് ഇങ്ങനെ തന്നെ വച്ചേക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതും എടുക്കാം. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കാം. മാവിട്ടിട്ടുണ്ട്. അല്പം ഉപ്പ്, ശർക്കര വെള്ളം,
നമ്മുടെ മാവ് നനച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഷവർമ്മയ്ക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ചെറിയ പീസായിട്ട് അരിയാം. അപ്പോൾ ഏകദേശം എല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പുട്ടിൻ്റെ മാവുമായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ക്യാബേജ് ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, നമ്മൾ ചിക്കൻ അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കുക. നമുക്ക് ടൈറ്റായിട്ട് കുഴയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് കുഴയ്ക്കുക. കുഴയ്ക്കുകയല്ല വേണ്ട, അധികം ബലം കൊടുക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളെ മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. എന്താണെന്ന് ഇപ്പോൾ കണ്ടറിയാം. അപ്പോൾ ആവി വരുന്നുണ്ട്, ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവി വരുമെന്നായിരുന്നു എൻ്റെ പേടി. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് ആവി വന്നതിന് ശേഷം നമുക്ക് എടുക്കാം. എൻ്റെ മോനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഷേപ്പ് കിട്ടും. ഞാൻ വിചാരിച്ച് പുട്ടിയൊക്കെ വരുമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഇത്രയും ഷേപ്പിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് എന്തായാലും പുട്ടിൻ്റെ ഷേപ്പ് തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തതിടാം. അപ്പോൾ നമുക്കൊന്ന് ചിരട്ടപ്പുട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. തേങ്ങ ഇടാം, മിക്സ് വാരി ഇടാം, തേങ്ങ വെച്ച് കൊടുക്കുക. നമുക്കിത് എടുക്കാം. യാ മോനെ, അതും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോയി കളയാം. മുകളിൽ മയണൈസ് ഒഴിച്ചു കൊടുക്കുക.
അങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ സാധനം കേട്ടോ, വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ ഒരു പരീക്ഷണാർഗം ഉണ്ടാക്കി വെക്കിയ ഒരു ഐറ്റം ആയിരുന്നെങ്കിലും വൻ വിജയമായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. എനിക്ക് ആവി വരുമെന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാം കൊണ്ടും സക്സസ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.